ഇന്ന് വെണ്ടയ്ക്കയും തക്കാളിയും ഉള്ളിയും കൂടി തീയലാണ് വെക്കുന്നത്. അപ്പോൾ തീയലിന് ഇത് വഴറ്റി ഒന്നെടുക്കാം. ഇത് തീയലിന് വറക്കാനുള്ള തേങ്ങ വറക്കുന്നത് നമുക്ക് പിന്നെ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെണ്ടയ്ക്ക ഉള്ളി ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളിയും കൂടി ഇട്ട് വഴറ്റുന്ന ഉപ്പും കൂടി ഇട്ടാണ് വഴറ്റിയത്. ഇവിടെ നമുക്ക് വറുത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. തേങ്ങയും ഒരു 2-3 ചെറിയ ഉള്ളി, ഒരു 4 ഇല കരിവേപ്പിലയും കൂടി ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കി പൊടികൾ ചേർക്കാം. ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് എരിവുള്ള മുളക് പൊടി, കുറച്ച് കാശ്മീരി, ഒരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വേണേൽ നോക്കി വെച്ച് ചേർക്കാം. കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വേണം, ഉപ്പും വേണം. പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഉള്ളി വരുന്നത് 2 മുളക് മുറിച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ശകല കായും കുറച്ച് ഇട്ട് കൊടുക്കും.